സാമുവേലിനെ കണ്ടോ? പ്രാർത്ഥിക്കുന്നവരില്ലാത്ത കാലത്ത് ഈ മനുഷ്യൻ പ്രാർത്ഥനയിൽ ജാഗരിക്കുകയാണ്. പ്രാർത്ഥിക്കുന്ന അമ്മയുടെ മകൻ പ്രാർത്ഥിക്കുന്നവനായി, ഉപവസിച്ച അമ്മയുടെ മകൻ ഉപവസിക്കുന്നവനായി. മാതാപിതാക്കളെ, തൊഴുകയോടെ പറയാം, നിങ്ങൾ കാണിക്കുന്നത് പലതും നിങ്ങളുടെ ജനറേഷനെ തൊടുന്നതാണ്. കാഴ്ചപ്പാട് നഷ്ടപ്പെട്ട ഒരു ഏലിയായി പോകല്ലേ. ആലയത്തിനകത്ത് വിളക്കണച്ച് കത്തി നിൽക്കേണ്ട വിളക്കൂതി അണച്ച് ഉറങ്ങുന്ന ദൈവഭയമില്ലാത്തവനായി പോകല്ലേ. ദൈവത്തിന് നിവേദിച്ചത് മുപ്പല്ലി കൊണ്ട് കുത്തിയെടുത്ത് തിന്നുന്ന ദൈവഭയമില്ലാത്ത ശാപഗ്രസ്തനായി മാറല്ലേ. താൻ മുതൽ ബർശേവ വരെ പ്രവചിക്കുന്ന പ്രവാചകന്മാരെ എഴുന്നേൽപ്പിക്കുന്ന, ജനത്തെ ദൈവത്തിലേക്ക് മടക്കി വിളിക്കുന്ന, ഉപവസിക്കുന്ന, പ്രാർത്ഥിക്കുന്ന സാമുവേൽമാരായിരിക്കാൻ കർത്താവ് നിങ്ങൾക്ക് കൃപ നൽകട്ടെ. സമൂവേൽ 12:23 സാമുവേൽ പറയുന്ന ഒരു വാക്കുണ്ട്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. സാമുവേൽ എന്താ പറഞ്ഞേ? കാരണം ഞാൻ പ്രാർത്ഥിക്കാതിരുന്നാൽ അതൊരു പാപമാണ്. അതാരെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ടോ? ഇല്ല. അതാ ഞാൻ പറഞ്ഞേ. ശരിക്കും ദൈവം ഇഷ്ടപ്പെടാത്ത കാര്യം എന്താണ് എന്നുള്ളത് പിശാച് പലതിന്റെ മൈൻഡിൽ വഴിതിരിച്ചു വിട്ടിരിക്കുകയാണ്. 1 ശമൂവേൽ 7:3 മുതൽ 17 വരെയുള്ള വാക്യത്തിൽ ശമൂവേൽ ഇസ്രായേൽ ഗ്രഹത്തോട് പറയുകയാണ്, പൂർണ്ണ ഹൃദയത്തോടെ നിങ്ങൾ യഹോവയിലേക്ക് തിരിയുന്നെങ്കിൽ അന്യദൈവങ്ങളെയും അസ്തരോത്ത് പ്രതിഷ്ഠകളെയും നിങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കിക്കളഞ്ഞ് നിങ്ങളുടെ ഹൃദയങ്ങളെ ദൈവത്തിലേക്ക് നിങ്ങൾ തിരിക്കണം. കാരണം എല്ലാ എണ്ണം വഴിതിരിഞ്ഞ് നടക്കുക. നിങ്ങൾ ദൈവത്തിലേക്ക് തിരിയണം. നിങ്ങൾ യഹോവയെ മാത്രം സേവിക്കണം. അവൻ നിങ്ങളെ ഫെലിസ്ത്യരുടെ കയ്യിൽ നിന്ന് വിടുവിക്കും. ഇനി 1 ശമൂവേൽ 7:5 മുതൽ 12 വരെ വായിക്കുമ്പോൾ മിസ്പയില് സാമുവേൽ ഇസ്രായേൽ ജനത്തെ മുഴുവൻ വിളിച്ചുകൂട്ടി, ഞാൻ നിങ്ങൾക്ക് വേണ്ടി യഹോവയോട് പ്രാർത്ഥിക്കും. അടുത്ത വാക്യം, അവർ യഹോവയുടെ സന്നിധിയിൽ എന്ത് ചെയ്തു? ഉപവസിച്ചു. സാമുവേൽ പ്രാർത്ഥിച്ചു, സാമുവേൽ ഉപവസിച്ചു. നിങ്ങൾ ഈ ചെറുപ്പക്കാരനെ കണ്ടോ? ആരെയാ? സാമുവേലിനെ കണ്ടോ? ഉപവസിക്കാത്ത ആളുകളുള്ള കാലത്ത് ഈ മനുഷ്യൻ ഉപവാസ പ്രാർത്ഥന അനൗൺസ് ചെയ്യുകയാണ്. പ്രാർത്ഥിക്കുന്നവരില്ലാത്ത കാലത്ത് ഈ മനുഷ്യൻ പ്രാർത്ഥനയിൽ ജാഗരിക്കുകയാണ്. ഇനി നിങ്ങൾക്കോടൊരു കാര്യം പറയാം. പ്രാർത്ഥിക്കുന്ന അമ്മയുടെ മകൻ പ്രാർത്ഥിക്കുന്നവനായി, ഉപവസിച്ച അമ്മയുടെ മകൻ ഉപവസിക്കുന്നവനായി. മാതാപിതാക്കളെ, തൊഴുകയോടെ പറയാം, നിങ്ങൾ കാണിക്കുന്നത് പലതും നിങ്ങളുടെ ജനറേഷനെ തൊടുന്നതാണ്. ഹന്ന പ്രാർത്ഥിക്കുന്നവളായിരുന്നു, കണ്ടോ? മോനും പ്രാർത്ഥിക്കുന്നവനായി. ഹന്ന ഉപവസിക്കുന്നവളായിരുന്നു, കണ്ടോ? മോനും ഉപവസിക്കുന്നവൾ. അമ്മമാരെ, എൻ്റെ പിതാക്കന്മാരെ, നിങ്ങളുടെ ഭവനത്തിൽ പ്രാർത്ഥനയുടെ യാഗപീഠങ്ങൾ ഉയർത്തുമെങ്കിൽ, നിങ്ങൾ പ്രാർത്ഥനയ്ക്കും ആരാധനയ്ക്കും ദൈവത്തിനും തൻ്റെ വചനത്തിനും ഒന്നാമത്തെ പ്രാധാന്യത കൊടുക്കുമെങ്കിൽ, നിന്റെ വീട്ടിൽ ദൈവത്തിന് മഹത്വം കൊടുക്കുന്ന ഒരു യാഗപീഠം ഉണ്ടെങ്കിൽ, നിന്റെ വീട്ടിനകത്തുനിന്ന് കഴുകനെ പോലെ ചിലർ പറന്നുയരുമെന്ന് ആത്മാവ് നിന്നോട് പ്രവചിക്കുകയാണ്. എന്താ ഇസഹാക്കേ, നീ അബ്രഹാമിനോട് ചോദിച്ചത്? അപ്പ, വിറകും കത്തിയും ഉണ്ടല്ലോ, യാഗമൃഗം എവിടെ എന്ന് ചോദിച്ചേണ്ട. ഇസഹാക്കിനറിയാം, എൻ്റെ അപ്പൻ യാഗം കഴിക്കാൻ പോകുമ്പോൾ യാഗമൃഗം ഇല്ലാതെ പോകത്തില്ല, വിറകെടുക്കാതെ പോകത്തില്ല, കത്തിയെടുക്കാതെ പോകത്തില്ല, തീയെടുക്കാതെ പോകത്തില്ല, യാഗമൃഗം ഇല്ലാതെ പോകത്തില്ല. എൻ്റെ അപ്പൻ ദൈവത്തെ ആരാധിക്കുന്നതും എൻ്റെ അപ്പൻ ദൈവത്തിന് വേണ്ടി നിൽക്കുന്നതും ഞാൻ എല്ലാ ദിവസവും കാണുന്നവനാ. അതുകൊണ്ട് ഇസഹാക്കിന് പറയാൻ കഴിയും, എൻ്റെ അപ്പൻ യാഗവസ്തു ഇന്ന് എടുത്തിട്ടില്ല, ആ യാഗവസ്തു എവിടെ? മക്കളെ, അമ്മമാരെ, പിതാക്കന്മാരെ, വാത്സല്യ മാതാപിതാക്കളെ, നിങ്ങളുടെ മക്കളുടെ അകത്ത്, നിങ്ങളുടെ മോളുടെ അകത്ത്, നിങ്ങളുടെ മോൻ്റെ അകത്ത് ഒരു ഫോട്ടോ പോലെ നിങ്ങൾ അവൻ്റെ അപ്പൻ്റെ, അവൻ്റെ അമ്മയുടെ ഒരു പടം എപ്പോഴും കാണണം. അതിങ്ങനെ നിൽക്കുന്ന പടമായിരിക്കണം.
അവൻ പറയണം, എൻ്റെ അമ്മ മുഴങ്കാലിൽ നിന്ന്, എൻ്റെ അപ്പൻ മുഴങ്കാലിൽ നിന്ന്, ഇടിവിൽ നിന്ന് പ്രാർത്ഥിച്ചതിന്റെ വിടുതല ഞാൻ അനുഭവിക്കുന്നതെന്ന്. ഇന്ന് പകൽ ഒരു തലമുറ വഴിതെറ്റുക. മാതാപിതാക്കളെ കരയ്, ഒരു തലമുറ വഴിതെറ്റുക. കാഴ്ചപ്പാട് നഷ്ടപ്പെട്ട ഒരു ഏലിയായി പോകല്ലേ. ആലയത്തിനകത്ത് വിളക്കണച്ച് കത്തി നിൽക്കേണ്ട വിളക്കൂതി അണച്ച് ഉറങ്ങുന്ന ദൈവഭയമില്ലാത്തവനായി പോകല്ലേ. ദൈവത്തിന് നിവേദിച്ചത് മുപ്പല്ലി കൊണ്ട് കുത്തിയെടുത്ത് തിന്നുന്ന ദൈവഭയമില്ലാത്ത ശാപഗ്രസ്തനായി മാറല്ലേ. താൻ മുതൽ ബർശേവ വരെ പ്രവചിക്കുന്ന പ്രവാചകന്മാരെ എഴുന്നേൽപ്പിക്കുന്ന, ജനത്തെ ദൈവത്തിലേക്ക് മടക്കി വിളിക്കുന്ന, ഉപവസിക്കുന്ന, പ്രാർത്ഥിക്കുന്ന സാമുവേൽമാരായിരിക്കാൻ കർത്താവ് നിങ്ങൾക്ക് കൃപ നൽകി.